ഹലോ ഗൈസ്, സാത്തിമേരെ സാത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹിറാമണ്ടി ദ ഡയമണ്ട് ബസാർ. എപ്പിസോഡ് ആണെങ്കിൽ ഒരു സീരീസ് ആണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മനീഷ കൊയിരാള, സോനാക്ഷി സിംഗ്, അദിതി റായു, ഷർമിൻ സിഗാൾ, തഹസ ബാദിഷ എന്നിവരാണ്. ഈ ഒരു ഫിലിമിന്റെ ക്യൂനായി വിശേഷിപ്പിക്കുന്നത് മല്ലിക ജാനാണ്. അത് അവതരിപ്പിച്ചിരിക്കുന്നത് മനീഷ കൊയിരാളാണ്. ഇതിൽ മല്ലിക ജാന്റെ മക്കളായിട്ട് വന്നിരിക്കുന്നത് ഷർമിൻ സിഗളും അദിതി റായുവാണ്. അവരുടെ കഥാപാത്രം എന്ന് പറയുന്നതും ആലം സിംഗും ബിബു ജാൻ എന്നൊരു കഥാപാത്രത്തിലൂടെയാണ് ഈ ഹിറാമണ്ടിയിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. കവിതകളെ ഇഷ്ടപ്പെടുന്ന ആലം സാഹിബ് മല്ലികാജാൻ പങ്കെടുക്കുന്ന ഒരു പാർട്ടിയിൽ മല്ലികാജാൻ അറിയാതെ അവരെ കൂടെ പോകുന്നു. അവിടെ വെച്ചിട്ടാണ് തജിസ്താർ ആയിട്ട് പ്രണയത്തിലാകുന്നത്. നവാബ് അഷ്റഫ് ബച്ചുലിന്റെ ബുദ്ധിജീവനായിട്ട മകനായിട്ടാണ് തജിദാർ ബജോജ് ഓക്സ്ഫോർഡിൽ നിന്നും മടങ്ങിയെത്തിയത്. ഹിരാമണ്ടിയോടും ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പ് ഈ തജിസ്താർ ഒരു സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കവിതകൾ ഇഷ്ടപ്പെടുന്ന ആലത്തിന് തജിസ്താർ സിംഗ് കാണുകയും അവർ തമ്മിൽ പ്രണയത്തിലാകുകയും ചെയ്യുന്നത്. പക്ഷെ അവൻ അറിയുന്നില്ല അത് ഹിരാമണ്ടിയിലെ പെൺകുട്ടിയാണ്. എന്നാൽ ഇരുവരും പങ്കിട്ട കവിതാ സമ്മേളനത്തിൽ ഒരു സമ്മേളനം ഉയരുകയും തജിസ്താർ സിംഗിനെതിരെ വെടിയേറ്റുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ആലം സിംഗിനെ അപ്രത്യക്ഷമാകുകയാണ് ചെയ്യുന്നത്. ഈ ഒന്നാമത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആലം സിംഗ് അപ്രത്യക്ഷമാകുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആലത്തിന്റെ തൂവാല കിട്ടുകയും തജിസ്താർ സിംഗ് അതെടുത്തിട്ട് ആലമിനെ അന്വേഷിച്ചിറങ്ങുകയും ചെയ്യുന്നതാണ്. ഈ ഒരു ഇതിൽ കൂടെ ഈ ഒന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് 8 എപ്പിസോഡ് ഇറങ്ങിയ ഒരു സീരീസ് ആണ്. ഇതെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരോട് നേരിടുന്ന കുറച്ച് പെൺകുട്ടികളെ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നു. പക്ഷേ ഈ എപ്പിസോഡിന്റെ ഒടുവിൽ നമ്മുടെ തജിസ്താർ സിംഗ്, നമ്മുടെ ഹീറോ, മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഹിരാമണ്ടി, റെഡ് ലൈറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കും നമുക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ള തജിസ്താർ സിംഗും ആലം സാഹിബും തമ്മിലുള്ള നല്ല മനോഹരമായിട്ടുള്ള പ്രണയം നമുക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. എന്നിരുന്നാലും ഇത് നല്ലൊരു ഫിലിമാണ്. നമ്മളെ ചിന്തിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ഫിലിമാണ്. ഇത് 1920കളിൽ അവർ അനുഭവിച്ച ചരിത്രത്തിൽ തന്നെ ഒരു ഇളക്കം കുറച്ച ഒരു സംഭവം തന്നെയാണ് ഈ ഹിറാമണ്ടിൽ നടന്നിരിക്കുന്നത്. ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.